ഇന്നും ഒരു ഭക്തിമയമുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവരും വൈകുന്നേരം ആയപ്പോൾ വർണ്ണിക്കാവിലമ്മ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. പനി ആയതുകൊണ്ട് എൻ്റെ തൊണ്ടയൊക്കെ അടച്ചിടിക്കുക കേട്ടോ. അതാ സൗണ്ട് ഈ ഒരു വ്യത്യാസം. പോയ വഴി ഒരു വീട് നിറച്ച് പിച്ചി ഇങ്ങനെ പൂത്തിരിക്കുന്നു. 2 പിച്ചിപ്പൂവൊക്കെ പറിച്ച് തലയിലങ്ങ് വെച്ച്. എനിക്ക് പിച്ചി മുല്ലയൊക്കെ വീക്ക്നെസ് എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. ചെന്നപ്പോൾ ദീപാരാധന തീരാറായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നാൽ മതി അമ്മേ. നമുക്ക് എന്തോ ഭയങ്കര ഒരു സമാധാനം. കുറേ കാര്യങ്ങൾ പറയണമെന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് അമ്മയെ നോക്കി കഴിയുമ്പോൾ വിചാരിക്കും നമ്മുടെ കാര്യമല്ല അമ്മയ്ക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കാറേ ഉള്ളൂ ഞാൻ. എനിക്ക് ഈ അധികം തിരക്കുള്ള സമയത്തൊന്നും പോകുന്നത് ഇഷ്ടമല്ല. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. അതാകുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് സമാധാനമായിട്ട് ഇങ്ങനെ അമ്മയെ നോക്കി മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഉമ്മക്കുട്ടിക്ക്, ഉമാദേവി ഉണ്ടല്ലോ നമ്മുടെ അമ്പലത്തിലെ, ഉമാദേവിക്ക് ഒരു ചേച്ചി നിന്ന് പായസം എന്തോ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പായസം പഴമായിരുന്നു തോന്നുന്നു കേട്ടോ, പായസമല്ല. അവളിങ്ങനെ ആ ചേച്ചി അടുത്ത് ചെന്ന് നിൽക്കുമായിരുന്നു. ചേച്ചിക്ക് ഒരു പേടിയും തോന്നുന്നില്ല. ഞാനൊന്നും അതിൻ്റെ അടുത്ത് പോകത്തേ ഇല്ല. മോനാ പോയി പട്ട ഇട്ട് കൊടുക്കാൻ പോവുക കേട്ടോ. അതിൻ്റെ അടുത്ത് പട്ട കുറവാ അമ്മേ, ഞാൻ പോയി 2 തീറ്റ ഇട്ട് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അയാൾ അങ്ങോട്ട് ചെന്ന് ഇട്ട് കൊടുക്കാൻ പോവാ. അപ്പം ഞാൻ പറഞ്ഞു മോനെ അടുത്തോട്ട് ചെല്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അടുത്തോട്ട് ചെല്ലുന്നില്ല, ഇച്ചിരി മാറ്റി ഇട്ട് കൊടുത്താൽ മതി, അവിടെ തുമ്പിക്ക് ഇങ്ങ് വരെ എത്തിക്കോളും എന്ന് പറഞ്ഞു. ഈ അമ്പലത്തിൽ നമ്മൾ സന്ധ്യ സമയത്ത് ഇപ്പം ചെറുപ്പല്ലയോ, അന്നേരം ഭജനയൊക്കെ ഉണ്ടായതുകൊണ്ട് കുറേ കുട്ടീസ് വരും കേട്ടോ. കൊച്ചു ചെറുക്കന്മാരുണ്ട്. അവന്മാരുടെ കൂടി ഇങ്ങനെ നല്ല രസമാണ്. അവന്മാരെ എനിക്ക് എൻ്റെ നാത്തൂൻ്റെ മക്കളും പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നുള്ള കുറേ ചെറുക്കന്മാരൊക്കെ ഉണ്ട്. ഇതിനകത്തുണ്ട് അവന്മാരെല്ലാം. അവന്മാരെല്ലാം പറയാം ആൻറ്റി വീഡിയോ എടുക്കണം, ഇട്ട് തരണം. അവന്മാരെല്ലാം അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അവന്മാരെ ഈ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ പ്രചോദനം. മോൻ പോയി പട്ടയൊക്കെ ഇട്ട് കൊടുത്തു. ഉമാദേവി അവിടെ നിന്ന് അങ്ങ് ആടി കളിക്കുകയോ രസിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അവളെ ചെന്നിങ്ങനെ നോക്കിക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. നമ്മുടെ വീണ്ടും അതുവഴി പോകുമ്പോൾ ഇതുവഴി കയറി ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ അണ്ണന്മാരോട് ഞാൻ പറയും അവളോട് തേങ്ങ അടത്തിക്കോളാൻ പറയായിരുന്നു. കുഞ്ഞ് തെങ്ങ കേട്ടോ. അതിനകത്ത് ഇങ്ങനെ വന്ന് തുമ്പിക്കൈ വെച്ച് കരിക്കെടുത്ത് അടത്തി തന്നെ ചവിട്ടി പൊട്ടിച്ച് തിന്നിട്ട് പോയി. ഇനി വരുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെ ചെന്ന് ഇങ്ങനെ നോക്കി നിന്ന്. അപ്പോൾ കുട്ടീസിൻ്റെ ബഹളം കണ്ടോണ്ട് ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ. ഭജനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നവൻ പറഞ്ഞ് പായസം ഉണ്ടെന്ന് പറഞ്ഞ്. എങ്കിൽ പിന്നെ പായസം മേടിച്ച് കുടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. ആ പായസം കൊണ്ടുവരുമ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഓടി വന്ന് കലാപില ഒരു ബഹളവും. അത് കേൾക്കാൻ നല്ല രസമായിട്ടോ. നാത്തൂൻ്റെ മോനാതെ. ഇവനൊക്കെ എന്നോട് എപ്പോഴും പറയാം അമ്മായി വീഡിയോ ഇടണം വീഡിയോ ഇടണം. ഭയങ്കര യൂട്യൂബിനെ പറ്റിയുള്ള ഭയങ്കര അഭിപ്രായങ്ങളും സംസാരങ്ങളും ഒക്കെ എൻ്റെ അടുത്ത് വന്നത് കേട്ടോ. കുട്ടീസ് എല്ലാം കൂടെ പായസത്തിന് മുമ്പിൽ പട്ടേനെ എവിടെ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വന്നോ എന്തോ. എനിക്കും തന്നെ ഞാൻ ഇപ്പം മോളെയും കൊടുത്തിട്ട് പറഞ്ഞ് മോള് മേടിച്ചാൽ മതിയല്ലോ. പായസം വിളമ്പുന്ന ആരാന്നറിയാം, ചോട്ട. അതിനകത്ത് ഏറ്റവും വലിയൊരു ചോട്ടയെ വിളമ്പുന്നത് കേട്ടോ. കൊലയും കൊണ്ടുവന്ന് പഴത്തിനൊക്കെ എന്തോ ഒരു അടിയാന്നറിയാമോ. ആ പായസത്തിനും പഴത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി എന്തെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് കഴിച്ചിട്ട് തന്നെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമായിട്ടോ. ഈ ചെറുക്കന്മാരെല്ലാം കൂടെ ഇന്ന് പായസം മേടിച്ച് എനിക്കും കുറച്ച് കൊണ്ട് തന്ന് അവന്മാരും കഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു പയ്യൻ വന്നിട്ട് അടുത്ത് പറഞ്ഞു ആൻറ്റി എൻ്റെ വീഡിയോ എടുത്തില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് പോകുന്നത് കാണിച്ചു തരാവേ. നമ്മൾ മക്കളുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇത് നാത്തൂൻ്റെ മോനാണേ. മൂത്താള് കാശിനാഥൻ. ആദ്യം കാണിച്ചത് ഋഷിനാഥൻ. പായസം നിമിഷ നേരം കൊണ്ട് കാലിയാക്കി കൈ തന്നിട്ടുണ്ട്. ഇയാളാ പിണങ്ങിപ്പോയത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അവിടെ തകൃതിയിൽ ഭജന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതും കൂടെ ഇട്ടേക്കാം. അടുത്ത വീഡിയോ കാണാം.